Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Morning. Okay, നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ ആയിരുന്നു അല്ലെ. ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറയാം. മൈക്രോസോഫ്റ്റ് എക്സൽ എന്താണ്? ഒരു സ്ട്രോങ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് അല്ലെ. ഡെവലപ്പ് ചെയ്തത് മൈക്രോസോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ ഡാറ്റ മാനേജ്മെന്റ്, അനലൈസിസ് ആൻഡ് വിഷ്വലൈസേഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? സ്പ്രെഡ്ഷീറ്റ് ക്രിയേഷൻ, ഡാറ്റ അനലൈസിസ്, formulas and functions, data visualization, data management and financial analysis. ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ ഈ ചിത്രം കണ്ടില്ലേ? ഇവിടെ എന്തൊക്കെയാണ് സ്പ്രെഡ്ഷീറ്റ് അല്ലെ. നമ്മള് ഒരു ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. സ്പ്രെഡ്ഷീറ്റ് സം കാണാനായിട്ട്, ആഡ് ചെയ്യാനായിട്ട്, അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ സ്പ്രെഡ്ഷീറ്റിലൂടെയാണ് അല്ലെ, എക്സലിലൂടെയാണ് ചെയ്യുന്നത്. പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, പ്രത്യേക ഫോർമുലയൊക്കെ നമ്മൾ വെച്ചുകൊണ്ട് ഓരോ കോളങ്ങളായാലും റോകളായാലും നമ്മൾ ഡ്രാഗ് ചെയ്ത് പല പല രീതിയിൽ ആഡ് ചെയ്ത് അല്ലെ, ഓരോ കോളങ്ങൾ വൈസ് ആഡ് ഒക്കെ ചെയ്ത് സം ചെയ്യുന്നത്. ഓക്കെ, അതിന് ഉപയോഗിക്കുന്നതാണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് അതിന്റെ അപ്ലിക്കബിലിറ്റി? ഹോസ്പിറ്റലുകളിൽ എങ്ങനെയാണ് അതിന്റെ അപ്ലൈ ചെയ്യുന്നത്? എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് എക്സൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഡാറ്റ മാനേജ്മെന്റ് ആൻഡ് അനാലിസിസ്. ഓക്കെ, നമുക്ക് നോക്കാം. MS Excel offers strong tools for controlling and analyzing vast amount of data. Hospitals record patient information, financial data, and inventory management can all be efficiently planned and stored in Excel spreadsheet. The software's functionalities like sorting, filtering, and data validation make us able to efficiently find and analyze data, providing valuable insight for decision making and resources allocation. ഇവിടെ പറയുന്നത് എന്താണ്? ഡാറ്റ മാനേജ്മെന്റ് അനാലിസിസ് ആണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് അല്ലെ. അവിടെ എന്താണ് ആ പാരഗ്രാഫിൽ പറയുന്നത് എന്ന് വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, MS Excel വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. MS Excel എന്താണ്? ഒരു വളരെയധികം വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡാറ്റയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം അല്ലെ. അതായത് ഹോസ്പിറ്റലിലെ റെക്കോർഡ്സിനെ കുറിച്ചുള്ള വിവരങ്ങളാവാം. ഓക്കെ, വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡാറ്റയിൽ എന്തൊക്കെ വരാം? ഹോസ്പിറ്റൽ റെക്കോർഡ്സ് അല്ലെ, പേഷ്യൻസ് റെക്കോർഡ്സ്, പല രീതിയിലുള്ള റെക്കോർഡ്സുകൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അതിന്റെ ഇൻഫർമേഷൻസ് ആവാം. അതുപോലെ പേഷ്യന്റ് ഇൻഫർമേഷൻസ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഡാറ്റ, ഇൻവെന്ററി മാനേജ്മെന്റ് ഒക്കെയാണ് ഈ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡാറ്റയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങളാവാം, അതുപോലെ ഫിനാൻഷ്യൽ ഡാറ്റാസ്, ഇൻവെന്ററി മാനേജ്മെന്റ്, അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള ഇൻഫർമേഷൻസുമാണ് വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡാറ്റയിൽ ഉൾപ്പെടുന്നത്. ഇത്തരത്തില് ഡാറ്റാസ് എക്സലിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ എന്താണ് സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകതയായിട്ടുള്ള നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? സോർട്ടിങ്, ഫിൽറ്ററിങ്, ഡാറ്റ വാലിഡേഷൻ, ഇതൊക്കെ ഡാറ്റ എഫക്റ്റീവ് ആയിട്ട് അനലൈസ് ചെയ്യുന്നതിനും വാല്യബിൾ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനും സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള സോർട്ടിങ്ങും ഫിൽറ്ററിങ്ങും ഡാറ്റ വാലിഡേഷനും ഒക്കെ എഫക്റ്റീവ് ആയിട്ട് ഡാറ്റ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ വാല്യബിൾ ആയിട്ടുള്ള നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ ഡിസിഷൻ മേക്കിങ്ങിനും സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച ഡാറ്റയിൽ നിന്നും ഡാറ്റ അനലൈസ് ചെയ്ത് കാൽക്കുലേഷൻ നടത്തുന്നുണ്ട്. ഓക്കെ, അതാണ് ഡാറ്റ മാനേജ്മെന്റ് അനലൈസിൽ പറയുന്നത്.
അനാലിസിസിൽ പറയുന്നത് കേട്ടോ. ഇനി രണ്ടാമത് എന്താണ്? പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ആൻഡ് അപ്പോയിന്റ്മെന്റ്സ്. Excel can be put in use to create appointment schedule, track patient appointments and organize doctor's schedules. അപ്പൊ എന്തൊക്കെയാണ് എക്സൽ സഹായിക്കുന്നത്? എന്താണ് ഈ അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഡോക്ടേഴ്സിന്റെ ഷെഡ്യൂളിംഗ് ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എക്സൽ എന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ക്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾസ്, ട്രാക്ക് പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ്സ് ആൻഡ് ഓർഗനൈസ് ഡോക്ടേഴ്സ് ഷെഡ്യൂൾ കേട്ടോ. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് എന്താണ്? ബഡ്ജറ്റിംഗ് ആൻഡ് financial analysis. Excel's calculations, features and formulas make it a typical tool for budgeting and financial analysis in a hospital settings. By forming spreadsheet for budgeting planning, expenses tracking, revenue projections and post analysis, we can better handle finance, identify areas of improvement and make informed financial decisions. അപ്പൊ അതിൽ പറയുന്നത് എന്താണ്? പോയിന്റില് ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ് അല്ലെ. എക്സൽ കാൽക്കുലേഷൻസ് ചില കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സൽ കാൽക്കുലേഷൻസ് ഫീച്ചേഴ്സ് ചില കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? സ്പ്രെഡ്ഷീറ്റ് വഴി നമുക്ക് ബഡ്ജറ്റ് പ്ലാനിങ് നടത്താൻ പറ്റും. ഓക്കെ, സ്പ്രെഡ്ഷീറ്റ് വഴി ബഡ്ജറ്റ് പ്ലാനിങ് നടത്താം. അതുപോലെ തന്നെ എക്സ്പെൻസസ് ട്രാക്ക് ചെയ്യാനായിട്ട് റവന്യൂ പ്രൊജക്ഷൻസ് അല്ലെ, റവന്യൂ പ്രൊജക്ഷൻസ് നടത്താൻ പറ്റും. അതുപോലെ തന്നെ കോസ്റ്റ് അനാലിസിസ്. പിന്നെന്താ പറയുന്നത്? ഫിനാൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് നമുക്ക് എക്സലിലൂടെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ബഡ്ജറ്റ് പ്ലാനിങ് ഉണ്ട്, എക്സ്പെൻസസ് ട്രാക്കിംഗ് ഉണ്ട്, റവന്യൂ പ്രൊജക്ഷൻസ് ഉണ്ട്, അതുപോലെ കോസ്റ്റ് അനാലിസിസ്, ഫിനാൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതും നമുക്ക് ഇതിലൂടെ ചെയ്യാനായിട്ട് പറ്റും. ഇനി എന്താണ്? ഇൻവെന്ററി മാനേജ്മെന്റ്. എക്സൽ ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് ആൻഡ് മാനേജ് ഇൻവെന്ററി, which includes medical supplies, equipments, and pharmaceuticals. By keeping correct records of stock levels, expiry dates, and reordering households, we can avoid scarcity and overstocking, optimize the inventory turnover, and reduce cost. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? ഇൻവെന്ററി മാനേജ്മെന്റ് അല്ലെ. ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തതായിരിക്കും. പറയാൻ പറ്റുമോ? ഇൻവെന്ററി എന്ന് പറയുമ്പോ ഇൻവെന്ററി എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റോക്കുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് അല്ലെ. വെരി ഗുഡ്, സ്റ്റോക്കുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പോ ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നല്ല രീതിയിൽ ഇൻവെന്ററി ഫൈൻഡ് ഔട്ട് ചെയ്യാം, കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാം അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ഇൻവെന്ററീസിന്റെയും കാര്യങ്ങള് മാനേജ് ചെയ്യുന്നതും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും എക്സൽ വഴി നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഇൻവെന്ററിയുടെ എല്ലാ കാര്യങ്ങളും അത് എങ്ങനെയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടും അതിന്റെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നതും എങ്ങനെയാണ്? ഹോസ്പിറ്റലുകളിൽ യൂസ് ചെയ്യുന്നത് എക്സൽ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇൻവെന്ററിയുടെ എല്ലാ കാര്യങ്ങളും, അതിന്റെ റെക്കോർഡ്സ് ആയാലും എക്സ്പയറി ഡേറ്റ്, അങ്ങനെയുള്ള എന്താണ് ത്രോസോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരംഭമാണ് കേട്ടോ, ത്രോസോൾസ്. അപ്പോ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, റീഓർഡർ ചെയ്യുന്നതിന്റെ കാര്യങ്ങള്, അങ്ങനെയുള്ള ഓവർ സ്റ്റോക്കിങ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സൽ ഉപയോഗിച്ചിട്ടാണ്. ഇൻവെന്ററിയുടെ എല്ലാ കാര്യങ്ങളും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും അതുപോലെ മാനേജ് ചെയ്യുന്നതും എക്സൽ യൂസ് ചെയ്തിട്ടാണ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ, 4 കാര്യങ്ങളാണ് അതിന്റെ അപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ.
ഓക്കെ, ഫസ്റ്റ് വൺ പറഞ്ഞത് ഡാറ്റ മാനേജ്മെന്റ് ആൻഡ് അനാലിസിസ്, പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ആൻഡ് അപ്പോയിന്റ്മെന്റ്സ്, budgeting and financial analysis, last one inventory management. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അതുപോലെ മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രം ഒന്ന് നോക്കി മനസ്സിലാക്കാം കേട്ടോ. റോസ്, കോളംസ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ചെറിയ ക്ലാസ്സുകളിലൊക്കെ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് ആണ് ഇന്റർനെറ്റ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ഇന്റർനെറ്റ് എന്താണെന്ന്. നോക്കാം. ഇന്റർനെറ്റ്, കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ദ ഇന്റർനെറ്റ് ഹാസ് revolutionized in the people's way to. എനിക്ക് കുഴപ്പമില്ല, ഇടയ്ക്ക് ഈ തൊണ്ടയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ട് വരും, ചുമ. അതാണ്. People's way to connect and interact globally. It has opened up a multitude of meetings place for quick and convenient communication. നമുക്കറിയാം ഇന്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്, കുറെ കാര്യങ്ങൾ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ അല്ലെ. നിങ്ങൾക്ക് ഫിസിക്കൽ ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ വേർഡിന്റെ മീനിങ് എന്താണെന്ന് നമുക്ക് എന്താണ് നമ്മുടെ ഫോൺ കയ്യിലുണ്ടല്ലേ. അപ്പൊ എന്താണ് ഇന്റർനെറ്റിലൂടെ നമുക്കത് മനസ്സിലാക്കാനും അതുപോലെ തന്നെ എന്താണ് ഇപ്പൊ ക്ലാസ്സിൽ ടീച്ചേഴ്സ് ഒക്കെ എന്തെങ്കിലും പ്രൊജക്റ്റോ അല്ലെങ്കിൽ സെമിനാർസോ ഒക്കെ തരുമ്പോൾ നെറ്റിൽ സെർച്ച് ചെയ്തുകൊണ്ട് കുറെ ഇൻഫർമേഷൻസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അല്ലെ. അതുപോലെ തന്നെ എന്താണ് ഇന്റർനെറ്റ് വഴി നമുക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതൊരു വിപ്ലവം സൃഷ്ടിച്ച ഒന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. റിവല്യൂഷനൈസ്ഡ് പീപ്പിൾസ് വേ ടു കണക്ട് ആൻഡ് ഇന്ററാക്ട് ഗ്ലോബലി അല്ലെ. ഒരു ഇന്റർനെറ്റിലൂടെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്
വിപ്ലവം സൃഷ്ടിച്ച ഒന്ന് തന്നെയാണ്. ധാരാളം ആളുകൾക്ക് എവിടെ ഇരുന്ന് തന്നെ ആയിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്ന് എബ്രോഡ് ആയിട്ടുണ്ടെങ്കിലും പല രീതിയിൽ പല സ്ഥലത്തു നിന്നും കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപാധിയാണ് ഇന്റർനെറ്റ് എന്ന് പറയാനായിട്ട് പറ്റും. ഇനി നമുക്ക് നോക്കാം. Here are some important aspects of communicating through the internet. Important aspect communicate ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന important aspectകൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഇമെയിൽ ഉണ്ട്, അതുപോലെ വോയിസ് ആൻഡ് വീഡിയോ കോൾസ്, സോഷ്യൽ മീഡിയാസ്, ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ്, വെബിനാർസ് ആൻഡ് ഓൺലൈൻ പ്രസന്റേഷൻസ്. 5 കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കാം, ഇമെയിൽ. Email is one of the most vastly used method of internet communication. It permits users to send and receive message and document and multimedia content rapidly and securely. Email provides a flexible and asynchronous mode of communication, permitting individuals and business to communicate effectively across different time zones. എന്താണ് ഇമെയിൽ? ഇമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഇമെയിൽ എന്ന് പറയുന്നത് അല്ലെ. ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇമെയിലിലൂടെയാണ്. അതുപോലെ തന്നെ നമുക്ക് എന്താണ്, നമുക്ക് ഡോക്യുമെന്റുകള്, ഇമേജുകള്, അതുപോലെ വീഡിയോസുകള്, ഓഡിയോസുകളൊക്കെ വേഗത്തിൽ സുരക്ഷിതമായിട്ട് അയക്കാനും സ്വീകരിക്കാനും കഴിയുന്ന ഒന്നാണ് അല്ലെ ഇമെയിൽ എന്ന് പറഞ്ഞാല്. അതുപോലെ തന്നെ വ്യത്യസ്ത കോണ്ടിനെന്റിൽ ഇരുന്നു കൊണ്ട് തന്നെ ഫലപ്രദമായിട്ട് ആശയവിനിമയം നടത്താനായിട്ട് വ്യക്തികളിലും ബിസിനസ്സുകാരിലും അനുവദിക്കുന്ന ഒന്നാണ്. വ്യക്തികൾക്ക്, ഇൻഡിവിജ്വൽസിനായാലും അതുപോലെ തന്നെ ബിസിനസ്സുകാർക്കായാലും നല്ല രീതിയിൽ ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അല്ലെ, കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ടും വ്യത്യസ്ത കോണ്ടിനെന്റിൽ പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ആശയവിനിമയം നടത്താനായിട്ട് ഇമെയിലിലൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? voice and video calls. Internet based voice and video calling services like Skype, Zoom and Microsoft Teams make individuals and businesses able to have real-time audios and videos conversations. Okay, ഇവിടെ പറയുന്നത് വോയിസ് ആൻഡ് വീഡിയോ കോൾസ് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. ഓക്കെ, ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വോയിസ് ആൻഡ് വീഡിയോ കോളിംഗ് സർവീസുകളാണ് എന്തൊക്കെയാണ്? സ്കൈപ്പ്, അതുപോലെ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, സ്കൈപ്പ്, സൂം ഉണ്ട്, മൈക്രോ ടീംസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇതെന്ന് പറയുന്നത് ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വോയിസ് ആൻഡ് വീഡിയോ കോളിംഗ് സർവീസുകളായിട്ട് പറയുന്നത്. അപ്പോൾ ഇതെന്തൊക്കെ സഹായിക്കുന്നുണ്ട്? ഇൻഡിവിജ്വൽസിനും അതുപോലെ തന്നെ ബിസിനസ്സുകാർക്കും ലൈവായിട്ട് കോൺവെർസേഷൻ നടത്താനായിട്ട് സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് പറയാൻ പറ്റും അല്ലെ. ഈ വോയിസ് ആൻഡ് വീഡിയോ കോൾസിലൂടെയൊക്കെ നല്ല രീതിയിൽ ഇൻഡിവിജ്വൽസിനായാലും ബിസിനസ്സുകാർക്കായാലും എന്താണ് കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട്, എന്തെങ്കിലും ആശയവിനിമയം നടത്താനായിട്ടുള്ള ഒരു നല്ലൊരു ഉപാധി അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ആണ് ഇത്. ഓക്കെ, ഇനി എന്താണ്? സോഷ്യൽ മീഡിയാസ്. Social media platforms such as Facebook, Twitter, Instagram, and LinkedIn have changed the way people connect and share information online. This platform offers a vast range of a communication tool, which includes status updates, comments such as direct messaging and video sharing. Social media makes individuals and businesses able to connect, collaborate, and engage with them broader audience. Okay, so social media എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പോൾ ഏതൊക്കെയാണ്? LinkedIn,
ഉണ്ട്, അതുപോലെ ഫേസ്ബുക്ക്, വാട്സപ്പ് അല്ലെ, അങ്ങനെ പോലുള്ളവ എന്താണ് ആളുകൾക്ക് തമ്മിൽ അല്ലെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഓൺലൈനായിട്ട് നമുക്ക് ആശയവിനിമയം നടത്താനായിട്ടും സഹായിക്കുന്ന ഒന്നാണ് അല്ലെ. ഓക്കെ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ടൂൾ ആണ് നമുക്ക് പറയാൻ പറ്റും. പിന്നെ എന്താണ്, ഇതിലൂടെ സ്റ്റാറ്റസുകൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റും, കമന്റുകൾ രേഖപ്പെടുത്താൻ പറ്റും. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. അപ്പോ അങ്ങനെ സോഷ്യൽ മീഡിയ എന്നത് എന്താണ്, ഇൻഡിവിജ്വൽസിനെയും ബിസിനസ്സുകാരെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതും കണക്ഷൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് എന്ത്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അല്ലെ. അതിലൂടെ വീഡിയോസ് ഷെയർ ചെയ്യാം, കമന്റുകൾ രേഖപ്പെടുത്താൻ പറ്റും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ടൂൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് file sharing and cloud storage. Internet-based file sharing platforms like Google Drive, Dropbox, and OneDrive make users able to share and collaborate on documents, images, and their files. Cloud storage services providing convenient and secure way to share and access files from anywhere, fostering seamless communication and collaboration. ഇവിടെ പറയുന്നത് ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ്, വൺ ഡ്രൈവ് തുടങ്ങിയ ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോമുകള് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ്, ഇമേജുകള്, മറ്റു ഫയലുകള് എന്നിവ ഷെയർ ചെയ്യാനായിട്ട് യൂസേഴ്സിനെ അനുവദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള എന്തൊക്കെയാണ്, ഗൂഗിൾ ഡ്രൈവ് ഉണ്ട്, ഡ്രോപ്പ് ബോക്സ് ഉണ്ട്, വൺ ഡ്രൈവ് ഉണ്ട്, അതൊക്കെ ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോമുകളാണ്. ഇതൊക്കെ എന്തിനെ സഹായിക്കുന്നുണ്ട്, ഡോക്യുമെന്റ്സുകള്, ഇമേജുകള്, മറ്റു ഫയലുകള് ഷെയർ ചെയ്യാനായിട്ട് യൂസേഴ്സിനെ അനുവദിക്കുന്നുണ്ട്. അതുപോലെ തടസ്സങ്ങളില്ലാതെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് സാധ്യമാകുന്നുണ്ട് ഇതിലൂടെ. ഇനി എന്താണ്, എവിടെ നിന്നും ഫയൽ ആക്സസ് ചെയ്യാനായിട്ടും സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ക്ലൗഡ് സ്റ്റോറേജ് ഡിവൈസസ് സൗകര്യപ്രദമാണ്. ഓക്കെ, ക്ലൗഡ് സ്റ്റോറേജ് സർവീസസ് വളരെ സൗകര്യപ്രദമാണ്. എങ്ങനെയാണ് സൗകര്യപ്രദം എന്ന് പറയുന്നത്, എവിടെ നിന്നും ഫയൽ ആക്സസ് ചെയ്യാനായിട്ടും എവിടേക്കും സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള ക്ലൗഡ് സ്റ്റോറേജ് സർവീസസ് സൗകര്യപ്രദമാണ്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി എന്താണ്, നെക്സ്റ്റ് വൺ ആണ് എന്ത്, webinars and online presentation. Internet communication permits for the hosting of webinars and online presentations where speakers can give out the content and interact with the participants in real-time platform such as GoToWebinars and Webex facilities, interactive online events which enables knowledge sharing, training sessions and product demonstrations. Okay, അപ്പോ വെബിനാർസ് എന്ന് പറയുന്നത് എന്താണ്, ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഓൺലൈൻ പ്രസന്റേഷൻ ഒക്കെ? ഓക്കെ, അപ്പോ ഇന്റർനെറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇന്റർനെറ്റിലൂടെ നമുക്ക് എന്താണ് ഈ വെബിനാർസ് അതുപോലെ തന്നെ ഓൺലൈൻ പ്രസന്റേഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ദ ഇന്റർനെറ്റ് ഓഫേഴ്സ് എ റേഞ്ച് ഓഫ് effective and convenient and dynamic method to link with others and to share information and collaborate across the distance. Internet has brought people closer together,
promoting global connectivity and breaking down barriers of time and location. എന്താ പറയുന്നത്, നല്ല രീതിയിൽ ഇഫക്റ്റീവ് ആയിട്ട് അല്ലെ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് പരസ്പരം യൂസേഴ്സിന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എവിടെ നിന്ന് ഏത് കോർഡിനേറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപാധിയാണ് അല്ലെ ഇഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ മൊത്തത്തില് ഇന്റർനെറ്റിലൂടെയുള്ള ആശയവിനിമയം മറ്റുള്ളവരുമായിട്ട് ലിങ്കുകൾ ഷെയർ ചെയ്യുന്നതിനും വിവരങ്ങൾ പങ്കിടുന്നതിനും അതുപോലെ തന്നെ ദുരന്തങ്ങളില് സഹായിക്കുന്നതിനും വഴിയെടുക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇത്തരം കാര്യങ്ങളാണ് ഇന്റർനെറ്റിന്റെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആയിട്ട് വരുന്നത്. ഇമെയിൽ ഉണ്ട്, അതുപോലെ വോയിസ് ആൻഡ് വീഡിയോ കോൾസ്, സോഷ്യൽ മീഡിയാസ്, ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ്, വെബിനാർസ് ആൻഡ് ഓൺലൈൻ പ്രസന്റേഷൻ. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ്, അതുപോലെ വൺ ഡ്രൈവ് എന്നൊക്കെ. അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോ കേട്ടോ, മലയാളത്തിൽ വേണമെങ്കിൽ എഴുതിയെടുത്തോ. ഫസ്റ്റ് വൺ ഗൂഗിൾ ഡ്രൈവ്. ഗൂഗിൾ ഡ്രൈവ് പറയാം. ഫയലുകളും ഫോൾഡറുകളും ഓൺലൈനിൽ ഓൺലൈനിൽ സ്റ്റോർ ചെയ്യാൻ നമ്മെ അനുവദിക്കുന്ന സ്റ്റോറേജ് ഡിവൈസസ് ആണ് ഗൂഗിൾ ഡ്രൈവ്. നമ്മളെ അനുവദിക്കുന്ന സ്റ്റോറേജ് സർവീസസ് ആണ് ഗൂഗിൾ ഡ്രൈവ്. ഫയലുകളും ഫോൾഡറുകളും ഓൺലൈനിൽ സ്റ്റോർ ചെയ്യാൻ നമ്മളെ അനുവദിക്കുന്ന സ്റ്റോറേജ് സർവീസസ് ആണ് ഗൂഗിൾ ഡ്രൈവ്. നെക്സ്റ്റ് ആണ് ഡ്രോപ്പ് ബോക്സ്. ഏതൊരു ഡിവൈസസിൽ നിന്നും ഫയലുകൾ സ്റ്റോർ ചെയ്യാനും
ഫയലുകൾ സ്റ്റോർ ചെയ്യാനും ആക്സസ് ചെയ്യാനും ഷെയർ ചെയ്യാനും അനുവദിക്കുന്നു. ഏതൊരു ഡിവൈസസിൽ നിന്നും ഫയലുകൾ സ്റ്റോർ ചെയ്യാനും ആക്സസ് ചെയ്യാനും ഷെയർ ചെയ്യാനും അനുവദിക്കുന്നു. അതിനെയാണ് ഡ്രോപ്പ് ബോക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് വൺ ഡ്രൈവ്. നിങ്ങളുടെ എല്ലാ ഫയലുകളിലേക്കും നിങ്ങളെ ബന്ധിപ്പിക്കുന്ന മൈക്രോസോഫ്റ്റ് ക്ലൗഡ് സർവീസ് ആണ് വൺ ഡ്രൈവ് എന്ന് പറയുന്നത്. ഫയൽ സ്റ്റോർ ചെയ്യാനും ഷെയർ ചെയ്യാനും ഉപയോഗിക്കുന്നു. ഫയൽ സ്റ്റോർ ചെയ്യാനും ഷെയർ ചെയ്യാനും ഉപയോഗിക്കുന്നു. ഒന്നുകൂടി വായിക്കാം. നിങ്ങളുടെ എല്ലാ ഫയലുകളിലേക്കും നിങ്ങളെ ബന്ധിപ്പിക്കുന്ന മൈക്രോസോഫ്റ്റ് ക്ലൗഡ് സർവീസ് ആണ് വൺ ഡ്രൈവ് എന്ന് പറയുന്നത്. ഫയലുകൾ സ്റ്റോർ ചെയ്യാനും ഷെയർ ചെയ്യാനും ഇത് ഉപയോഗിക്കുന്നു. കിട്ടിയോ 3 കാര്യങ്ങളും? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് വെബ് ബ്രൗസേഴ്സ്. വെബ് ബ്രൗസേഴ്സ് എന്താണെന്ന് നോക്കാം. വെബ് ബ്രൗസേഴ്സ് ആർ software applications that make users able to evaluate and navigate the World Wide Web. They provide a graphical user interface for individuals to interact with the website, search for information, and consume online content. Okay, examples are Google Chrome, Mozilla Firefox. Here are some important points about the web browsers. Web browsers എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടറുകളും മൈക്രോഫോൺസും ഉപയോഗിച്ച് ചില ഇൻഫർമേഷൻസ് പബ്ലിക് വെബ്സൈറ്റുകളിലും ആക്സസ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, കമ്പ്യൂട്ടറുകളും മൈക്രോഫോൺസും നമുക്ക് ഉപയോഗിച്ച് ചില ഇൻഫർമേഷൻസ് പബ്ലിക് വെബ്സൈറ്റുകളിൽ നിന്ന് ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട് അല്ലെ. ഓക്കെ, ഇത്തരത്തില് ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ് ഇത് വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വെബ് ബ്രൗസേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് www അല്ലെ വേൾഡ് വൈഡ് വെബിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോ ഗൂഗിൾ ക്രോമിൽ എന്താണ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ, സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാറുണ്ട് ഇല്ലേ. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഇപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലും മനസ്സിലായില്ല അല്ലെങ്കിൽ ആ വേർഡിന്റെ അർത്ഥം മിസ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഉടനടി ക്രോമിൽ നോക്കും അല്ലെ, എന്താണ് അതിന്റെ മീനിങ് എന്നുള്ളത്. ഓക്കെ, അങ്ങനെ പലതരത്തിൽ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടാനായിട്ട് അല്ലെ, ഈ എന്താണ് വെബ് ബ്രൗസേഴ്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പല ഇൻഫർമേഷൻസ് കിട്ടാൻ ഉപയോഗിക്കുന്ന ഒരു സെർച്ചിങ് ടൂൾ ആണ് എന്തെന്ന് പറയുന്നത്
വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നമുക്ക് നോക്കാം. എന്താണ് ഫസ്റ്റ് വൺ പറയുന്നത്? യൂസർ ഇന്റർഫേസ്. Web browsers extend a user-friendly interface with the aspect like address bars, bookmarks, and navigation buttons. They permit users to get into website address or search queries and exhibit the requested web pages in a usually appealing format. അപ്പൊ എന്താണ് ഈ വേൾഡ് വൈഡ് വെബ് അല്ലെങ്കിൽ ബ്രൗസേഴ്സ് എന്ന് പറയുന്നത്? എന്താണ്? ഒരു യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ് അല്ലെ. നമുക്ക് സെർച്ച് ചെയ്ത് അവിടെ കാണാൻ പറ്റും അഡ്രസ് ബാർസ് ഇല്ലേ? നമ്മൾ സെർച്ച് ചെയ്യുന്ന പ്ലേസ് ഉണ്ടാവില്ലേ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അടിച്ചു കൊടുക്കുന്ന സ്ഥലം. ഓക്കെ, അതിനെയാണ് അഡ്രസ് ബാർ. ബുക്ക് മാർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു സ്റ്റാർ പോലെയുള്ളത് കണ്ടിട്ടില്ലേ? ബുക്ക് മാർക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ നാവിഗേഷൻ ബട്ടൺ എന്തായിരിക്കും? നാവിഗേഷൻ ബട്ടൺ പറയാൻ പറ്റുമോ? നാവിഗേഷൻ ബട്ടൺ, ആരോ മാർക്ക് നമ്മൾ കണ്ടിട്ടില്ലേ? ഇവിടെ നോക്കിയ സ്ക്രീനിൽ കണ്ടോ ഇങ്ങനെയുള്ള ആരോ മാർക്ക്? ഓക്കെ, അതാണ് നാവിഗേഷൻ ബട്ടൺ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ബുക്ക് മാർക്ക് അറിയാം, സ്റ്റാർ പോലത്തെ ഒരു ചിഹ്നം ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ അഡ്രസ് ബാർ നമ്മൾ അടിച്ചു കൊടുക്കുന്നത്, നമ്മൾ എന്തിനാണോ സെർച്ച് ചെയ്യുന്നത് അത് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്ലേസ് ഉണ്ടാവും. അതുപോലെ തന്നെ നാവിഗേഷൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ ആരോ മാർക്കാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഓക്കെ, ഇനി എന്താ പറയുന്നത്? റണ്ണിംഗ് വെബ് പേജസ്. ഓക്കെ, റണ്ണിംഗ് വെബ് പേജസ് നോക്കാം. Browsers utilize running engines to explain and display web content. അപ്പോ റണ്ണിംഗ് പേജസ് എന്ന് പറയുന്നത് എന്താണ്? വെബ് പേജസ് എന്ന് പറഞ്ഞാല് നമ്മള് തിരയുന്ന കാര്യം എന്താണോ അത് വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള നമ്മൾ തിരിയുന്ന കാര്യം എന്താണോ അത് വിഷ്വലി അപ്പീലിംഗ് ആയ രീതിയിൽ യൂസറിന് മുൻപിൽ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുന്നു. അതിനെയാണ് റണ്ണിംഗ് വെബ് പേജ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? നമ്മൾ തിരിയുന്ന കാര്യം എന്താണോ അത് വിഷ്വലി നമുക്ക് എന്ത് ചെയ്യും? അത് അപ്പീലിംഗ് ആയിട്ട് ആ രീതിയിൽ യൂസർക്ക് മുന്നിൽ ഡിസ്പ്ലേ ചെയ്യാൻ കഴിയുന്നു. ഓക്കെ, ഇനി എന്താണ് ടാബഡ് ബ്രൗസിംഗ്? ടാബഡ് ബ്രൗസിംഗ് എന്ന് പറഞ്ഞാൽ ടാബഡ് ബ്രൗസിംഗ് ഈസ് ആൻ accepted features in web browsers that permit users to open multiple web pages within a single browser's window. Bookmark and history. Browsers make users able to bookmark their most liked website for quick access. They also keep a browsing history, permitting users to revisit formerly visited web pages. അപ്പോൾ ടാബഡ് ബ്രൗസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ വെബ് പേജസ് ഒരേ സമയം വെബ് ബ്രൗസേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അറ്റ് എ ടൈമില് ഡിഫറെന്റ് വെബ് പേജസുകൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നു. അതിനെയാണ് ടാബഡ് ബ്രൗസിംഗ് എന്ന് പറയുന്നത്. ഇപ്പോ ഞാൻ PSC വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെയും അത് ഓപ്പൺ ആക്കി വെച്ചിട്ട് എന്ത് ചെയ്യാം? മനോരമ ഓൺലൈൻ വെബ് പേജസ് ഓപ്പൺ ആക്കാൻ പറ്റും. മനസ്സിലായോ? അറ്റ് എ ടൈമില് ഡിഫറെന്റ് ആയിട്ടുള്ള വെബ് പേജുകൾ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? PSCയുടെ സൈറ്റ് ഓൺ ആക്കി വെച്ചിട്ട് ഞാൻ കാര്യങ്ങൾ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങള് തിരിയാനായിട്ടും അത് ഓപ്പൺ ആക്കിയിട്ട് എനിക്ക് മനോരമ ഓൺലൈൻ വെബ് പേജുകൾ ഓപ്പൺ ആക്കാനും അറ്റ് എ ടൈമിൽ ഞാൻ എന്താണ് രണ്ട് കാര്യങ്ങൾ ഓപ്പൺ ആക്കാൻ പറ്റും അല്ലെ. ഓക്കെ,
ക്ലിയർ ആയോ? അപ്പൊ അതാണ് ടാബ് ബ്രൗസിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അറ്റ് എ ടൈമില് രണ്ട് കാര്യങ്ങൾ അല്ലെ, ഡിഫറെന്റ് വെബ് പേജസുകൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, എത്ര മാത്രം മനസ്സിലാക്കാം. ഇനി സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. Web browsers give priority to security and privacy features to protect users' data and provide a secure browsing experience. ഓക്കെ, അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള വെബ് ബ്രൗസേഴ്സ് നമുക്ക് തരുന്ന വേറൊരു ഫീച്ചറാണ് ഇത്. നമുക്ക് ഒരു പ്രൈവസി അല്ലെങ്കിൽ എന്താണ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമുക്ക് സെക്യൂരിറ്റി അല്ലെ, സെക്യൂരിറ്റി നല്ല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സെക്യൂരിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മളിപ്പോ സെർച്ച് ചെയ്യുമ്പോൾ ഒരു ക്രോമിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെർച്ച് ചെയ്യുന്നതിന് മുമ്പിലായിട്ട് എന്ത് വരുന്നുണ്ട്, ഒരു HTTPS/ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വരാറില്ലേ? ഓക്കെ, കാണാറുണ്ടോ നിങ്ങള്? ഉണ്ട്. അത് എന്തിനെയാണത് ഇത് ചെയ്യുന്നത്? എന്തായിരിക്കാം അത്? സെക്യൂരിറ്റിനെയാണ് അത് മീൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, HTTP ഡൊമൈൻ പാത്ത്. ഓക്കെ, അപ്പൊ അതിനെ കാണിക്കുന്നത് HTTPS/ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് വരുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ വരുന്നത് എന്താണ്, സെക്യൂരിറ്റിനെയാണത് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ തന്നെ ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം. Popular web browsers consist of Google Chrome, Mozilla Firefox, Apple Safari, Microsoft Edge, and Opera. Users have a flexibility to select the browsers that best suit their preferences, needs, and platform of choice. ഇവിടെ പറയുന്നത് യൂസേഴ്സിന്റെ ചോയ്സ് അനുസരിച്ച് വെബ് ബ്രൗസേഴ്സ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ചിലവര് ക്രോം യൂസ് ചെയ്യും, അതുപോലെ തന്നെ ചിലവർക്ക് എന്താണ് ഒപ്പേര ആയിരിക്കും ഇഷ്ടം. അതുപോലെ തന്നെ നമ്മളെ ഇഷ്ടം അനുസരിച്ച് വെബ് ബ്രൗസേഴ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് അവിടെ പറയുന്നത്. പലർക്കും പല രീതിയിലുള്ള എന്താണ് വെബ് ബ്രൗസേഴ്സ് ആയിരിക്കും ഇഷ്ടം. അപ്പോ പലർക്കും പല രീതിയിൽ അവരുടെ ഇഷ്ടം അനുസരിച്ച് യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? വായിച്ചു നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ഹലോ, സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് നോക്കുക. ഓക്കെ, ടാബ്ഡ് ബ്രൗസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ വെബ് പേജസ് ഒരേ സമയം വെബ് ബ്രൗസേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതായത് അറ്റ് എ ടൈമില് ഡിഫറെന്റ് വെബ് പേജസുകൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയാം, ഞാനിപ്പോ PSCയുടെ വെബ് പേജ് ഓപ്പൺ ആക്കി കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനോരമ ഓൺലൈൻ വെബ് പേജസ് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് നോക്കാനായിട്ട് പറ്റും. അപ്പൊ ഒറ്റ ടൈമില് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെബ് പേജസ് ആക്സസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ ആദ്യം? ഇനി നാലാമത് പറയുകയാണെങ്കിൽ എന്താണ്,
സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താണ് നമ്മളിപ്പോ ഒരു ക്രോമിൽ നമ്മൾ അടിച്ചു കൊടുത്ത് നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇത് വരും. എന്താണ് HTTPS/ എന്ന് പറഞ്ഞിട്ട് ഇല്ലേ? അതെന്തിനാ ഉദ്ദേശിക്കുന്നത്? എന്താണത്? അത് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ. ഇനി റെൻഡറിങ്. rendering web pages, bookmark, നാലാമത്തേത് സെക്യൂരിറ്റി ആണല്ലോ. സ്ക്രീനിലുള്ളത് പോലെ അല്ലേ? ഡിഫറെന്റ് ആണോ? ഓക്കെ, മിസ്സിന്റെ PDF ഇല്ല, സ്ക്രീനിലുള്ളത് പോലെ തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ്. നിങ്ങളുടെ PDF 5 പോയിന്റ് ഉണ്ടോ? ഓക്കെ ഓക്കെ. മിസ് ഒന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നോക്കിയിട്ട് പറയാം മിസ് കേട്ടോ. ഓക്കെ ഓക്കെ. രണ്ടാമത്തെ പറയാം. റെൻഡറിങ് വെബ് പേജസ് അല്ലേ രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, രണ്ടാമത്തെ പറയാം. നമ്മൾ തിരയുന്ന കാര്യം എന്താണോ അത് വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിൽ യൂസർക്ക് മുന്നിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മളിപ്പോ തിരയുന്നത് എന്താണോ അത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നുണ്ട് അല്ലെ ഇൻഫർമേഷൻസ്. അതിന്റെ എല്ലാ കണ്ടന്റും നമുക്ക് ആ വെബ് പേജിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഓക്കെ, അതാണ് റെൻഡറിങ് വെബ് പേജസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എന്ത് പറ്റി? എന്താണ് പ്രശ്നം? അഞ്ചാമത്തെ പോയിന്റ് ആണോ? ബുക്ക് മാർക്ക് ആണോ? അത് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നോക്കിയിട്ട് പറയാം. സ്ക്രീനിൽ കാണുന്നത് പോലെയാണ് മിസ്സിന്റെ PDF-ലും ഉള്ളത്. അതുകൊണ്ടാണ് നിങ്ങളുടെ 5 പോയിന്റ് ഉണ്ടല്ലേ? സ്ക്രീനിലുണ്ടോ? ഇവിടെ അഞ്ചാമത്തെ പോയിന്റ് ഇല്ലല്ലോ. ഓക്കെ. ഇവിടെ നാലാമത്തെ പോയിന്റ് ആയിട്ടാണല്ലേ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ അഞ്ചാമത്തെ പോയിന്റ് ആയിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നതായിരിക്കും. പോയിന്റ് ആയിട്ടാണോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത്? ഓക്കെ, ഇങ്ങനെ തന്നെയാണല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ, നോക്കിയിട്ട് പറയാം കേട്ടോ. അത് ഇത്ര വരെ ഒന്ന് വായിച്ചു നോക്കിയേ. ഇത്രയും പറഞ്ഞത് ഓക്കെ ആണോ നോക്കിയേ. ആ പോയിന്റ് മിസ് പറയാം, നെക്സ്റ്റ് ക്ലാസ് വരുമ്പോ പറയാം കേട്ടോ. വായിച്ചു നോക്കാം കേട്ടോ.
ഇന്ന് നമ്മൾ എടുത്തത് മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ഹോസ്പിറ്റലിന്റെ അപ്ലിക്കബിലിറ്റി ആണ്. ഹോസ്പിറ്റലിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, അതുപോലെ തന്നെ ഇന്റർനെറ്റ് എന്താണെന്ന് പറഞ്ഞു, അതിന്റെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സുകൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് വെബ് ബ്രൗസേഴ്സ് ആണ് കേട്ടോ. ഇതില് യൂസർ ഇന്റർഫേസ്, റെൻഡറിംഗ് വെബ് പേജസ്, ടാബിഡ് ബ്രൗസിംഗ്, സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. ഇത്ര വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയത്. ഓക്കെ, ഇത്ര വരെ ഓക്കെ ആണോ? ഓക്കെ, ഇത്രയും വരെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.